നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഭാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ വഴി അടഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്ക് വേണ്ടി അസാധാരണമായ നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അത്തരമൊരു ദൈവിക പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അപ്പോസ്തലന്മാരിൽ വളരെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് പത്രോസ്. യാക്കോബിനെ ഹേരോദാവ് വാളുകൊണ്ട് കൊന്നു. മഹാനായ ഹേരോദ രാജാവിൻ്റെ കൊച്ചുമകനാണ് ഈ ഹേരോദാവ് എന്ന് പറയുന്നത്. AD 41 മുതൽ 44 വരെ അദ്ദേഹം പലസ്തീൻ നാട് ഭരിക്കുവാനായിട്ട് ഇടയായി. യഹൂദന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഏതൊരു കാര്യവും ചെയ്യുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം പീഡനങ്ങൾ അദ്ദേഹം അഴിച്ചുവിടുവാൻ ഇടയായത്. ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി കൈനീട്ടി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ കൈനീട്ടി പത്രോസിനെ പിടിച്ച് തടവറയിലിട്ടിരിക്കുകയാണ്. തടവറയിൽ കിടക്കുമ്പോൾ പത്രോസ് ശാന്തമായി കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കാം പത്രോസ് ശാന്തമായി കിടന്നുറങ്ങാൻ കാരണം? പത്രോസ് വൃദ്ധനായ ശേഷമേ മരിക്കൂ എന്ന ഒരു സൂചന കർത്താവ് അദ്ദേഹത്തിന് നേരത്തെ നൽകിയിരുന്നു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യം. ആ ഉറപ്പിൻ്റെ വെളിച്ചത്തിലായിരിക്കണം പത്രോസിൻ്റെ ശാന്തമായ ഉറക്കം. ശാന്തമായ മനസ്സ് വിശ്വാസത്തിൻ്റെ സംഭാവനയാണ്. ഉറക്കത്തിന് സഹായവും മാർദ്ദവുമായ തലയിണയുമാണ് സമാധാനം എന്ന് പറയുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചിരിക്കുകയാണ്. ഇനിയും മരണത്തെ താൻ മുഖാമുഖമായി കാണേണ്ടി വരും, അത്തരമൊരു സാഹചര്യം. എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവം കൂടെയുള്ളതുകൊണ്ട്, ദൈവം പറഞ്ഞ ശബ്ദം താൻ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം പത്രോസ് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങുകയാണ്. പലതും കാണുകയും കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നേരിടുകയും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചഞ്ചലിക്കും, അവിശ്വസിക്കും, പിറുപിറുക്കും. അവിവേകപരമായ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. എന്നാൽ പത്രോസ് ഇവിടെ സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് മർക്കോസിൻ്റെ അമ്മ മറിയയുടെ ഭവനത്തിൽ സഭ പത്രോസിനു വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പടയാളികളായ കാവൽക്കാർ പത്രോസിനെ കാരാഗൃഹത്തിൽ ശ്രദ്ധയോടെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ സഭ മർക്കോസിൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. യെരുശലേമിലെ റോമൻ സൈനിക താവളമായ അന്തോണിയോ കോട്ടയിലായിരുന്നിരിക്കണം പത്രോസ് കിടന്നത്. ഇവിടെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയായിരുന്നു സഭയുടെ ഏറ്റവും ശക്തമായ ആയുധം. പത്രോസിനെ കൈക്ക് പിടിച്ച് ജയിലിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നത് ദൂതനാണെങ്കിലും ദൂതനെ കൈക്ക് പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്നത് സഭയുടെ പ്രാർത്ഥനയായിരുന്നു എന്ന് തോമസ് വാട്സനെ ഉദ്ധരിച്ച് VHP എന്ന് പറയുന്ന ദൈവദാസൻ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന് നടുവിൽ നടക്കുന്നതായ ചില കാര്യങ്ങൾ, ജനത്തിൻ്റെ മുൻപിൽ പത്രോസിനെ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേരാത്രിയിൽ ആ കാരാഗൃഹത്തിലേക്ക് ദൈവത്തിന് ദൂതൻ ഇറങ്ങുകയാണ്. മനുഷ്യർക്ക് ആർക്കും പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ എത്ര ശ്രമിച്ചാലും യാതൊരു നിലയിലും പത്രോസ് പുറത്തു വരികയില്ല, അസാധ്യമാണത്. എന്നാൽ അത്തരം സന്ദർഭത്തിൽ ദൈവം ചെയ്ത കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. ആ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് ദൂതൻ കടന്നു ചെന്നു. എന്തെല്ലാം കെട്ടി അടച്ചു ഉറപ്പാക്കിയാലും ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവരുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ നിയമങ്ങളെയോ മനുഷ്യൻ്റെ കാരാഗൃഹത്തെയോ നിഷ്ഫലമാക്കിക്കൊണ്ട് ദൈവം പ്രവർത്തിക്കുവാനായിട്ടിടയാകും. അസാധാരണമായ നിലയിൽ അസാധാരണമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കരുതെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങൾ
നിങ്ങളുടെ ലൈഫിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അസാധാരണമായ പലതും അഭിമുഖീകരിക്കുവാൻ ദൈവം അനുവദിച്ചത്? അസാധാരണമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ മുൻപിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹേരോദാവാണ് പത്രോസിനെ പിടിച്ച് തടവറയിൽ ഇട്ടിരിക്കുന്നതെങ്കിലും ഹേരോദാവിൻ്റെ അധികാരത്തിന് മീതെയുള്ള ഒരു അധികാരത്തിന് കീഴിലായിരുന്നു പത്രോസ്. ചിലർ നിങ്ങൾക്ക് വിരോധികളായേക്കാം. നിയമങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അവർ ശകാരിക്കുകയോ ഉപദ്രവിക്കുകയോ ഒരുപക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചേക്കാം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ വെളിപ്പാടിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പരിമിതിപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ അവരുടെ അധികാര സീമയ്ക്കകത്ത് നിങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവർ അത് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ ആ അധികാരത്തെക്കാൾ വലിയൊരു അധികാരം മീതെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഈ അധികാരം ഉപയോഗിക്കുന്നവരുടെ നടുവിൽ നമ്മൾ പ്രതിരോധിക്കാനോ പിറുപിറുക്കാനോ എതിർത്തു പറയാനോ പോകണ്ട. സങ്കടങ്ങൾ കാണുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. യഹൂദന്മാരുടെ പ്രതീക്ഷയ്ക്ക് മീതെയായിരുന്നു ദൈവത്തിന് പത്രോസിനെ പറ്റിയുള്ള പദ്ധതി. ഇപ്പോൾ വിരോധിക്കുന്ന വ്യക്തികൾ, തടവറ സൃഷ്ടിക്കുന്നവർ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വരുന്ന പരാജയം കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ചിന്താഗതികൾക്ക് മീതെയുള്ളൊരു മാസ്റ്റർ പ്ലാൻ, പദ്ധതി ദൈവം തയ്യാറാക്കിയിരുന്നു. പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷകൾക്കും ഉപരിയായിരുന്നു പത്രോസിന് ലഭിച്ച ദൈവത്തിൻ്റെ വിടുതലെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹപ്രവർത്തകനായി യാക്കോബിന് ലഭിക്കാത്ത ഒരു ദൈവീയ ഇടപെടലാണ് പത്രോസിന് അവിടെ ലഭിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെയുള്ള കാര്യങ്ങളല്ല ദൈവം നിയമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു വരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു വരിക തന്നെ ചെയ്യും. പ്രദർശന വസ്തു ആക്കും, പരാജയപ്പെടുത്തും എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ചിന്തകൾ പ്രാവർത്തികമാകുന്നത് പോലെ തോന്നിയാലും അസാധാരണമായതെന്തോ ലൈഫിൽ വെളിപ്പെടുവാനായിട്ട് പോകുകയാണ്. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവം വചനത്തിലൂടെ വ്യക്തിപരമായി നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചനകളെ തകിടം മറിക്കുന്ന സംഭവ വികാസങ്ങൾ ഈ ദിവസങ്ങൾ നേരിടുമ്പോൾ പതറരുത്, അവിവേക കാര്യങ്ങൾ ചിന്തിക്കരുത്, ഇട്ടിട്ടോടരുത്. ദൈവത്തിൽ തന്നെ ആശ്രയിക്കൂ. ദൈവത്തിൻ്റെ ഇടപെടലുകളും പ്രവർത്തികളും വെളിപ്പെടുകയും ദൂതനെ അയച്ച് കാരാഗ്രഹവാതിൽ തുറന്നതുപോലെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.